തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാരക്കോണം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് സ്ത്രീ മരിച്ചെന്ന ആരോപണം. ശസ്ത്രക്രിയക്കിടെ മരുന്ന് മാറി നൽകിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശി കുമാരിയാണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പരാതിയിൽ വെള്ളറട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടായിട്ട് നേരത്തെ പറയായിരുന്നു. ഇങ്ങനെ ചെയ്ത് നമ്മൾ സർജറി ചെയ്തുകൊണ്ട് നിന്നപ്പോഴേ ഇങ്ങനെ സ്ലോ ആയി വരികയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, അവർ ഇങ്ങനെയാണ് എന്നുള്ളത് അത് നമ്മളെടുത്ത് അപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വിളിച്ചവർക്ക് പറയാം. അതൊന്നും പറഞ്ഞില്ല. നമ്മൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ മാത്രമാണ് അവർ പറഞ്ഞത്. അപ്പൊ സർജറിയില്ല, ഒരു പാടുമില്ല. വീട്ടിൽ കൊണ്ടുവന്ന് ബോഡി കുളിപ്പിക്കാൻ നോക്കിയപ്പോഴേ ഒരു ഭാഗത്തും ഒരു ഇതുമില്ല. VP സഫ്വാൻ വിവരങ്ങൾ നൽകും. സഫ്വാൻ, വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം ഉയർന്നു വരികയാണ്. എപ്പോഴാണ് കുമാരി മരണപ്പെട്ടത്? എന്താണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്? ദിവ്യ, ഇന്നലെയാണ് നെയ്യാറ്റിൻകര കാരക്കോണം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഇങ്ങനൊരു ശസ്ത്രക്രിയ നടക്കുന്നതിനിടെ രോഗി മരിക്കുന്നത്. നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശി കുമാരി 56 വയസ്സ് ഇവരാണ് മരിക്കുന്നത്. ഇവർ ഈ മാസം 9-ന് വൃക്കയിലെ കല്ല് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ഇന്നലെ 11-ാം തീയതി ഇവർക്ക് ഒരു ശസ്ത്രക്രിയ നിശ്ചയിക്കുകയുമായിരുന്നു. ഉച്ചയോടുകൂടി ശസ്ത്രക്രിയക്ക് വേണ്ടി ഇവരെ റൂമിലേക്ക് മാറ്റുകയും അതിനിടയിൽ അസാധാരണമായ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് കുടുംബത്തിൻ്റെ പരാതി. ഈ വൃക്ക സംബന്ധമായുള്ള കല്ല് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു കീഹോൾ സർജറിയിലൂടെ ഈ കല്ല് നീക്കം ചെയ്യുമെന്നായിരുന്നു ഡോക്ടർമാർ അറിയിച്ചിരുന്നത്. അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകളും കുടുംബത്തോട് നടത്തിയിരുന്നു. എന്നാൽ ഇതിനിടയിൽ ഈ ശസ്ത്രക്രിയക്കിടയിൽ ഹൃദയാഘാതം മൂലം ഈ രോഗി മരണപ്പെട്ടു എന്നുള്ള ഒരു അറിയിപ്പാണ് പിന്നീട് നൽകുന്നത്. പിന്നീട് ഈ മൃതദേഹം വീട്ടിൽ വന്ന് പരിശോധിക്കുമ്പോൾ ഈ ശസ്ത്രക്രിയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അടയാളങ്ങളും രോഗിയുടെ ഭാഗത്ത് കാണാത്തതിനെ തുടർന്നാണ് ഈ കുടുംബം പരാതി നൽകുന്നത്, പരാതിയുമായി രംഗത്തെത്തുന്നത്. ആശുപത്രിയുടെ വിശദീകരണം ഈ രോഗിക്ക് ശസ്ത്രക്രിയക്കിടയിൽ ഉണ്ടാകുന്ന ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു എന്നാണ്. എന്നാൽ കുടുംബം പരാതിയിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള കീഹോൾ സർജറിയാണ് നിഷേധിക്കുന്നത്. അതിനെ പറ്റിയുള്ള ഒരു അടയാളങ്ങളും ശരീരത്തിലില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിനെതിരെ ഈ കുടുംബം ഉന്നയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബം വെള്ളറട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഈ മൃതദേഹം ആദ്യം നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ പ്രാഥമിക പരിശോധന നടത്തിയതിനു ശേഷം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദിവ്യ.